ഇന്ന് നമ്മൾ നോക്കുന്ന കുറച്ച് കൺവെർട്ടറുകളാണ്. ഓഫ് ഗ്രിഡിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് കൺവെർട്ടറുകളാണിത്. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ ഞാൻ ഈ ഇടയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടറല്ല, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടറാണ്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന കുറച്ച് കൺവെർട്ടറാണ്. ഓഫ് ഗ്രിഡ് സോളാറിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള, അതായത് DC സിസ്റ്റംസ്, ചെറിയ DC സിസ്റ്റംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള കൺവെർട്ടറുകളാണ്. ഇതൊരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറാണ്. ഇതിലെ കോയിലിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്റ്റെപ്പ് അപ്പാണ്. ഇതിൻ്റെ ആൾറെഡി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ഈ ഒരു സാധനം സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ICയുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫോക്കസ് ആവും നോക്കട്ടെ. ICയുടെ നമ്പർ ഈ പോർഷനായിട്ട് നോക്കിയാൽ മതി. ഫോക്കസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇത് LM2596 HVS. ഇത് ഹൈ വോൾട്ട് സിസ്റ്റമാണ്. ഹൈ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹൈ വോൾട്ട് അല്ല, ഇതൊരു 50 വോൾട്ട് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. 50 വോൾട്ടിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് കുറച്ചൊരു 0 to 35 റേഞ്ചിലൊക്കെ എടുക്കാനായിട്ടുള്ളൊരു കുഞ്ഞ് കൺവെർട്ടറാണിത്. ഇവിടെ പുറകിലായിട്ട് എഴുതിയിട്ടുണ്ട് LM2596 HVS DC to DC കൺവെർട്ടർ. ഇതിൻ്റെ ഇൻപുട്ട് ഇവിടെ ഈ സൈഡിൽ കൊടുക്കുന്നു, ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതൊരു 2 ആമ്പിയർ വരെയുള്ള ചെറിയൊരു പർപ്പസിന്, അതായത് നമുക്കിപ്പോൾ റിലേയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു ഡിവൈസുകളോ ഒക്കെ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ DCയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കൺവെർട്ടറാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സാധനം ഞാൻ കാണിക്കാനായിട്ട്, ഈ ഒരു കൺവെർട്ടർ ഞാൻ കാണിക്കാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു LED സ്ക്രീൻ വരുന്നുണ്ട്. ഈ LED സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഗുലേറ്റർ IC, ഒരു സെക്കൻഡ്, ഇത് LM2596S ആണ്. ഇതിൽ എസും എച്ചും വരുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ആയിരിക്കും വ്യത്യാസം വരുന്നത്. ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിനാണെങ്കിൽ ഒരു 4 to 40 ആണ്, മറ്റതിൽ 4 to 50 വരെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് HVS എന്ന് ഇട്ടിരിക്കുന്നത്. പിന്നെ ആംബിയർ രണ്ടും സെയിം ആണ്. ഇതും ഈ രണ്ട് മൊഡ്യൂൾസും ഒരു 2 ആംബിയർ വരെ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇത് ഓവറായിട്ട് ഹീറ്റ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ പുറകുവശത്ത് ഒരു എഴുതിയിട്ടില്ല, ജസ്റ്റ് ഈ ഒരു ബോർഡിൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളതും ബാക്കി എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളതും ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബോർഡുകളിൽ വേറെ പ്രത്യേകിച്ച് ഇൻപുട്ട് പൊളാരിറ്റി ഡിറ്റക്ഷനോ അല്ലെങ്കിൽ വേറെ ഷോർട്ട് സർക്യൂട്ട് പ്രശ്നം അങ്ങനെയൊന്നും ഈ ബോർഡുകളിൽ വരാറില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ബോർഡുകൾ, സ്റ്റെപ്പ് അപ്പ് ബോർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു ഇൻപുട്ടിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്യണം. അതായത് ഇത് ഞാൻ ആൾറെഡി ഈ ബോർഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇതിൽ ഇൻപുട്ട് റിവേഴ്സ് പൊളാരിറ്റി ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും അത് ഈ മൊഡ്യൂൾ ഡിറ്റക്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഒരു 24 വോൾട്ടോളം കണക്ട് ചെയ്തിട്ട് ഇതിന് നമുക്ക് വോൾട്ടേജ് ഒന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡിലേക്ക് വേണ്ട ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഈ ചുവപ്പും കറുപ്പും വയർ വെച്ചിട്ടാണ്. ഇത് ഈ SMPSC എന്നാണ് പവർ ചെയ്യുന്നത്. ഇതിലിപ്പോൾ 16.8 വോൾട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ആംബിയർ ഞാൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 0.8 ആംബിയർ ആണ്. പിന്നെ 24 വോൾട്ട് വരെ മാക്സിമം അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബോർഡിൽ 4.4 കാണിക്കുന്ന 4.3 കാണിക്കുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഈ ഇവിടെ രണ്ട് LEDs ആണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു LED കൂടെ ഉണ്ട്. ഇതൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ, ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അടുത്തൊരു LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഇൻപുട്ടിൻ്റെതും അടുത്ത LED ഔട്ട്പുട്ടിൻ്റെതുമാണ്. നമുക്കത് വെച്ചിട്ടാണ് ഈ കാണിക്കുന്ന വോൾട്ട് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് അറിയുന്നത്. ഇവിടെ 16.8 വരുന്നുണ്ട്, ഇവിടെ 16.7 കാണിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൾട്ടിമീറ്റർ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ലൈറ്റ് കൂടെ ഓൺ ചെയ്യാം, ബാക്ക് ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ട് വേരി ചെയ്യാനായിട്ട് ഇവിടെ ഈ പൊട്ടൻഷ്യോമീറ്റർ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് വേണ്ടത് ഒരു 12 വോൾട്ടാണ്. ഓക്കെ, അതെനിക്കിപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇത് ഈ മൾട്ടിമീറ്റർ തന്നെ, ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടാണ്, ഈ ഒരു മൾട്ടി ടൺ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ 12.2 നമുക്കിപ്പോൾ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. 11.9 ആയി. അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നിങ്ങൾക്കിവിടെ വാല്യൂസ് മാറുന്നത് കാണാൻ പറ്റും. ഉപയോഗിക്കുന്നില്ല. ഇതിലെ ഒരു സെക്കൻഡ്, ഇതിലുള്ള മീറ്ററും ഉപയോഗിക്കാം, ഇതിലെ വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. ഇതിലെ വോൾട്ട് മീറ്ററും വാല്യൂസ് കൂടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 12 വോൾട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12 വോൾട്ട്. ഇത് നമുക്ക് സാധാരണ ഇതിലൊക്കെ ഒരു റിലേയോ അല്ലെങ്കിൽ ഒരു 12 വോൾട്ടിൻ്റെ LEDസോ അല്ലെങ്കിൽ ചെറിയ മറ്റ് ഡിവൈസുകളോ മോഡോ അങ്ങനെയുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അഡാപ്റ്റർ ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം 12 വോൾട്ട് എത്തിക്കാം. 12 വോൾട്ട്. ഓക്കെ, 11.6 ആയി.
നമുക്ക് 12 വോൾട്ടാണ് വേണ്ടത്. ഒരു 12.2 ലഭിക്കും. ഓക്കെ, കാര്യം ലോഡ് ചെയ്യുമ്പോൾ ശകലം വോൾട്ട് കുറയും. നമുക്ക് 12.2. ഓക്കെ, അതിപ്പോൾ ഇവിടെ ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ 16.7 അപ്പോൾ ഇൻപുട്ട് നമുക്കൊരു കാര്യം ചെയ്യും, ഒരു 12.16 എന്നുള്ളത് ഇൻപുട്ട് നമുക്ക് കുറച്ച് ഒരു ശകലം കുറച്ച് കൊടുക്കാം. ഓക്കെ, വോൾട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ വോൾട്ട് അതിപ്പോൾ ഒരു 15 ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 15 ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് 12.2 തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വോൾട്ട് ഞാൻ ശകലം കൂട്ടി ഒരു 16 എന്നുള്ളത് ഞാനൊരു 18 അല്ലെങ്കിൽ ഒരു 20 ആക്കാം. ഓക്കെ, 20 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വോൾട്ട് 20 ഇവിടെ ഔട്ട്പുട്ട് 12.2 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറുകളുടെ മെയിൻ അഡ്വാൻറ്റേജ്. നമുക്കിപ്പോൾ ഒരുപക്ഷെ ഒരു 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ബാറ്ററി ടോട്ടൽ ഒരു സിംഗിൾ ബാറ്ററി നിന്ന് എടുക്കുക, അത് 2 ബാറ്ററിയിലും ഈക്വലായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കൺവേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ അപ്പോൾ 24 വോൾട്ട് നമുക്കിപ്പോൾ 24 വോൾട്ടിലേക്ക് മാറ്റാം. 24. ഓക്കെ, ഇവിടെ ഒരു മാക്സിമം ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതിന് ആ ഒരു ലിമിറ്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 24 മുകളിൽ പോകാൻ പറ്റൂ. ഓക്കെ, അതിന് വോൾട്ടേജിൻ്റെ ലിമിറ്റ് അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 28 വരെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 23. ഇപ്പോൾ 23 നമുക്ക് ഇനി ഒരു വോൾട്ടേജ് 25, 26 റേഞ്ചൊക്കെ ആയിരിക്കും. സാധാരണ ഇതിൽ 24 വോൾട്ട് സിസ്റ്റം ആകുമ്പോൾ 26, 28 റേഞ്ചൊക്കെ ആയിരിക്കും അതിൻ്റെ വോൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര വോൾട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്നത് 12.4. ഓക്കെ, അല്ലെങ്കിൽ 12.2 ആയിരിക്കും. നമുക്കിപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാല്യൂ മിക്കവാറും സ്റ്റേബിൾ ആവും, ഒരു 12 വോൾട്ടിലൊക്കെ സ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിളാണ്, 12.2 അല്ലെങ്കിൽ 12.3 നിൽക്കും. നമുക്കിപ്പം ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു LED ലൈറ്റ് കൂടെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് LED ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നൊരു LED ആണ്. ഇതെവിടെ അത് നേരെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു LED നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇത് 12 വോൾട്ടാണ്. ഈ ഒരു LED നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ 12 വോൾട്ട് LED 24 വോൾട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 27 വോൾട്ടാണ് നമ്മളിപ്പോൾ ഈ മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്. ഇത് 12 വോൾട്ടിൻ്റെ LED ആണ്. ഈ 12 വോൾട്ടിൻ്റെ LED ഇപ്പോൾ 24 വോൾട്ടിൽ നിന്നാണ് കത്തിക്കുന്നത്. അപ്പം ഈ LEDക്ക് പകരം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡോ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഡിവൈസുകൾ 12 വോൾട്ട് ഡിവൈസുകൾ നമുക്ക് ഇതേപോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററിയുടെ ബാലൻസിങ്ങിന് പ്രശ്നം വരില്ല. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയിലും ബാലൻസിങ്ങിന് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഒരു ബാറ്ററി മാത്രം കൂടുതലായിട്ട് ഡ്രെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. Okay, thanks.